ഇനി ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പരിഹരിക്കാൻ വേണ്ടി ഇതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ കുട്ടി വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നമ്മൾ മൂത്രത്തിൻ്റെ കളറ് ചെക്ക് ചെയ്യുക. ഡാർക്ക് യെല്ലോ കളറിലൊക്കെ പോകുന്നെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ട് കുഞ്ഞ് വെള്ളം കുടിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു 20 കിലോ വരെയൊക്കെയുള്ള കുട്ടികളിൽ 1 to 2 ലിറ്റേഴ്സ് എങ്കിലും വെള്ളം നമ്മൾ കുടിക്കണം. അപ്പോൾ അത് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കിങ്ങനെ യൂറിൻ പരിശോധിച്ചിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ യൂറിൻ ഒന്ന് നോക്കുക. പിന്നെ ശേഷം ഈ ഡ്രൈനെസ് എക്സസ് ആക്കുന്ന തരത്തിലുള്ള സോപ്പുകൾ, ക്രീമുകൾ, അതുപോലെ ബോഡി വാഷുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതോടൊപ്പം ഈ പെറ്റ്സ്, വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാതെയൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ക്ലോത്ത്സ് ഒക്കെ പുതിയതായി വാങ്ങിയാലൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കുക. അത് പെറ്റ്സുമായിട്ടൊക്കെയുള്ള കോണ്ടാക്ട്സ് ഇത്തരത്തിൽ അലർജിയുള്ള കുട്ടികളിൽ നിന്നും ഒന്ന് ഒഴിവാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇപ്പം ചില കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ എക്സ്പോസ് ചെയ്യാതിരിക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സ്വിമ്മിംഗ് പൂൾസൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് കുറേ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലർക്കത് ഒത്തിരി, ചില കുട്ടികളിൽ അത് വളരെയധികം അലർജിയൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം